മസാല ബോണ്ട് ലാവ്ലിൻ ബന്ധമുള്ള കമ്പനി വാങ്ങിയതിലെ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കുറഞ്ഞ പലിശയ്ക്കാണ് ബോണ്ടുകൾ വിറ്റത് എന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ് എന്നും ചെന്നിത്തല പറഞ്ഞു. എന്നാൽ വികസനം തടയാനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേന്ദ്ര സർക്കാരും വിവിധ ഏജൻസികളും മസാല ബോണ്ടുകൾ പുറത്തിറക്കിയത് 8% താഴെ പലിശ നിരക്കിലാണ്. കൊച്ചി മെട്രോയ്ക്ക് UDF സർക്കാർ വായ്പ എടുത്തത് 1.3% പലിശയ്ക്കാണ്. വൻ പലിശയ്ക്ക് മസാല ബോണ്ട് ഇറക്കിയതിന്റെ ഭാരം വരും തലമുറയ്ക്കാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. 7354.50 കോടി 25 വർഷം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കണം. എന്തിനാണ് ഇത്രയും വലിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇത് വാങ്ങുന്നു? മാർച്ച് 23 മുതൽ 27 വരെ ലാവ്ലിൻ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തുണ്ടായിരുന്നപ്പോൾ ആരൊക്കെ ചർച്ച നടത്തിയെന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. കാനഡയിൽ നിന്ന് ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള 4 ഉദ്യോഗസ്ഥന്മാർ തിരുവനന്തപുരത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിയുമായി അവർ ചർച്ച നടത്തിയോ? ധനകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയോ? റിസർവ് ബാങ്കിന്റെ അനുമതിയോടെ ലണ്ടൻ എക്സ്ചേഞ്ച് വഴി ബോണ്ട് വിൽപ്പന നടത്തുന്നതിനെ വിവാദമാക്കുന്നത് വികസനം തടയാനാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. ആ കമ്പനി ഒരു അല്ലറച്ചില്ലറ കമ്പനിയല്ല, ലോകത്തിലെ ഇത്തരം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും സമ്പന്നതയുള്ളൊരു കമ്പനിയാണ്. എത്രയാ അവരുടെ ആസ്തി? $300 ബില്യൺ. മസാല ബോണ്ട് ലാവ്ലിൻ വിവാദം കൂടുതൽ സജീവമാക്കി കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്ന സൂചനയാണ് ഇന്നും കണ്ടത്. പൊന്നാനി ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.